ഹേ ഗായ്സ്, ദിസ് ഈസ് ജാറീബ് ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ എന്ത് സിറ്റുവേഷനിലുള്ളവർക്കും ഈ ഒരു റീഡിംഗ് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. നമ്മൾക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്, അവരുടെ മനസ്സിൽ നിങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ ചിന്തകളാണുള്ളത് എന്ന് നോക്കാം. ഓക്കെ, സോ ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റ് ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. റേക്കി ഹീലിംഗ് സ്ലോട്ടിൻ്റെ കാര്യങ്ങളും ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, സോ ഫസ്റ്റ് പൈൽ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് പൈൽ ഇവിടെ ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. 5 ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്, ദ ഫൂൾ കാർഡ്, 4 ഓഫ് പെൻറ്റിക്കിൾ, 2 ഓഫ് പെൻറ്റിക്കിൾ, ദ ടവർ കാർഡ്, കിങ് ഓഫ് കപ്സ്, ദ വേൾഡ് കാർഡ്, അതേപോലെ തന്നെ 5 ഓഫ് വാൻസ്, ഏസ് ഓഫ് വാൻസ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് 10 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കറൻ്റ്ലി നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റോ സെപ്പറേഷനോ വന്നിട്ടുള്ളതായിട്ടും ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു ആക്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയോ ഇല്ലാത്ത അവസ്ഥയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇനി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചെറിയൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും അധികം എതിർത്ത് നിൽക്കുന്നത് ഒരു ഫെമിനൈൻ എനർജിയാണ് എടുത്തു കാണിക്കുന്നത്, ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കുന്നത്. ഓക്കെ, മേ ബി ആൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആൾക്ക് ഫാമിലിയിൽ അമ്മയോ അല്ലെങ്കിൽ സിസ്റ്ററോ അല്ലെങ്കിൽ ഓൾറെഡി കല്യാണം കഴിഞ്ഞൊരു പേഴ്സൺ ആയിരിക്കാം. ഫാമിലി എതിർത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കാരണം പല ഇഷ്യൂസും വരുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഭയങ്കര സ്നേഹമുണ്ട്, നിങ്ങൾ സിൻസിയറായിട്ട് തന്നെയാണ് നിന്നത് എന്ന് ഈ പേഴ്സണ് നല്ല രീതിയിൽ അറിയാം. ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു പേഴ്സൻ്റെ ചില ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനും കാരണം റിലേഷൻഷിപ്പിൽ നോ കോണ്ടാക്റ്റും സെപ്പറേഷനും വന്നതിൽ ഒരു കുറ്റബോധം നിലനിൽക്കുന്നു. എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റുന്നില്ല, ഇതിൽ നിന്നും കരകയറണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് തന്നെ ഒരു ഫാമിലിയാണ് ആൾ പ്ലാൻ ചെയ്യുന്നത്, ലോങ് ഡിസ്റ്റൻസ് മാറണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യണം, സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, അങ്ങനൊരു പ്ലാൻ ഉണ്ട്. ആഗ്രഹം മാത്രമല്ല, അങ്ങനൊരു പ്ലാനും ഉണ്ട്. നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യണം, സംസാരിക്കണം, ട്രാവൽ ചെയ്യണം, ഒരുമിച്ച് ട്രാവൽ ചെയ്യണം. കറൻ്റ്ലി നമ്മൾക്ക് 4 ഓഫ് പെൻറ്റിക്കിളും 2 ഓഫ് പെൻറ്റിക്കിളും കിട്ടിയിട്ടുണ്ട്. ആൾ കൺഫ്യൂസ്ഡ് ആണ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഫാമിലി കൂടെ നിൽക്കണോ, നിങ്ങളുടെ കൂടെ നിൽക്കണോ, ആൾക്ക് എന്താണ് തേർഡ് പാർട്ടി, എന്താണ് ബ്ലോക്കേജ് ഉണ്ടാക്കുന്നത് എന്നെല്ലാം തന്നെ അറിയാം. നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫീലിങ്സ് ഉണ്ടെങ്കിലും അതൊന്നും കറൻ്റ്ലി പ്രകടിപ്പിക്കാത്ത ഒരു പേഴ്സണെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതൊരു 4 വീക്സ് അല്ലെങ്കിൽ 4 മന്ത്സ് വരെയൊക്കെ നിലനിൽക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾ എത്രത്തോളം സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനൊരു മാറ്റം വരും, കുറച്ചും കൂടി പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് വരും. ഇപ്പോൾ എത്രത്തോളം ഇഷ്ടമുണ്ടോ അത്രത്തോളം ആൾ അത് പ്രകടിപ്പിക്കാതെ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷനാണ്, നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് കപ്സും ടവർ കാർഡും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, തേർഡ് പാർട്ടി ഒരു ഫെമിനൈൻ എനർജിയാണ്. അവരിപ്പോൾ ഭയങ്കരമായിട്ടൊരു നിങ്ങളെ കാട്ടി എനർജി ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഒരു ബ്ലോക്കേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഭയങ്കര സിൻസിയറായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ പറ്റിയിട്ട് നല്ലൊരു ഇമേജ് തന്നെയാണ് ഈ പേഴ്സൻ്റെ മനസ്സിലുള്ളത്. ആൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ആളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതിൽ സംഭവിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു കാര്യം നിങ്ങളെ പരിചയപ്പെടുക, സംസാരിക്കാൻ കഴിയുക, ഇങ്ങനൊരു വ്യക്തിയുമായിട്ട് കുറച്ച് നാളെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നത് തന്നെയായിരുന്നു. നിങ്ങൾ സിൻസിയറായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളതെന്ന് ഈ വ്യക്തിക്കറിയാം. അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് മീറ്റ് ചെയ്യണം, സംസാരിക്കണം എന്നൊരാഗ്രഹമുണ്ട്. പല വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് തന്നെ റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കണം, മാരേജ് ചെയ്യണം, കുട്ടികളൊക്കെ ആയിട്ടൊരു ഹാപ്പി ഫാമിലിയാണ് ആൾ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഏസ് ഓഫ് വാൻസും അതേപോലെ തന്നെ 5 ഓഫ് വാൻസും കിട്ടിയിട്ടുണ്ട്.
ഒന്നിലധികം ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പിനെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. ഒരുപാട് പേരെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് പറഞ്ഞ് സോൾവ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഒരുപാട് പേര് ഓരോരുത്തരും കൂടും തോറും അതിനനുസരിച്ച് ഇഷ്യൂസ് കൂടുകയും നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് വരികയും റീകൺസിലേഷൻ റീയൂണിയൻ നടക്കാനുള്ളൊരു സമയം കൂടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് 10 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഫ്യൂച്ചറിനെ കാണിക്കുന്ന കാർഡാണ്. നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു പാഷനും കാര്യങ്ങളും, നിങ്ങൾ സംതിങ് സ്പെഷ്യൽ എന്ന രീതിയിൽ തന്നെ നിൽക്കുന്നു. നിങ്ങളൊരു ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ചൊരു ഹാപ്പി ലൈഫ് നിങ്ങളുമായിട്ട് തന്നെ പോസിബിൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് വന്നിട്ടുള്ള സ്റ്റക്നെസ്സും കാര്യങ്ങളും ബ്ലാക്ക് മാജിക് എഫക്റ്റും ക്യാഷ് വൈസ് ഇഷ്യൂസ് ഉണ്ട്. കുറച്ചും കൂടി സ്റ്റേബിൾ ആകണം, അല്ലെങ്കിൽ കറൻ്റ്ലി നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ക്യാഷ് കൊടുക്കാനോ കിട്ടാനോ ഒക്കെ ഉള്ളൊരു അവസ്ഥ കാണിക്കുന്നുണ്ട്. സോ അതെല്ലാം ഓക്കെ ആകണമെന്നൊരു തോന്നലും ജോലിയിലൊരു മാറ്റവും പുതിയൊരു ജോലി നോക്കുന്ന ഒരു സിറ്റുവേഷനും ചിലരുടെ കേസിൽ കാണിക്കുന്നു. ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ നിങ്ങളുടെ വ്യക്തി അടുത്ത സമയത്തായിട്ട് ട്രാവൽ ചെയ്യാനുള്ളൊരു ചാൻസും ഇവിടെ ഉണ്ട്. നിങ്ങളെ കാണുന്നത് ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഫാമിലിയാണ് പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തി. ഓക്കെ, സോ അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ. കറൻ്റ്ലി കൺഫ്യൂസ്ഡ് ആണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഈ ഒരു തേർഡ് പാർട്ടിയെക്കാട്ടി എനർജി നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് സ്മൂത്തായിട്ട് എൻഗേജ്മെൻറ്റ് മാരേജിലോട്ട് പോകും. ഓക്കെ, സോ ഇവിടെ പലർക്കും ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഈ ഒരു പേഴ്സൺ ഉണ്ട്. നിങ്ങൾക്ക് സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്ത ഈ ഒരു പേഴ്സണെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ ഈസി ആയിട്ട് സാധിക്കും എന്നതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാരണമാണ് ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് കുറേ പേരുടെയും ഡെസ്റ്റിനിയിൽ ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, സോ അത് നല്ലൊരു കാര്യമാണ്. ലൈഫ് ലോങ് കൂടെ നിൽക്കുന്ന രീതിയിൽ കുറച്ച് നാളത്തേക്കോ അല്ലെങ്കിൽ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി അതല്ല ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത്. ഇനിയും വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഹാപ്പി ലൈഫ് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും ഒരു പ്രപ്പോസലും കാര്യങ്ങളും ഒരു കോൾ മെസ്സേജ് നേരിട്ട് കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ ഒരു 4 വീക്സ് 4 മന്ത്സിൽ തന്നെ ഈ പേഴ്സൺ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫീലിങ്സ് എല്ലാം പുറത്ത് നിങ്ങളടുത്ത് പ്രകടിപ്പിക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഉള്ളിൽ സ്നേഹം വെച്ചിട്ട് മാത്രം കാര്യമില്ല, അത് പറയാനും പ്രകടിപ്പിക്കാനും കഴിയണം അല്ലേ. സോ കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾക്കപ്പോൾ കിട്ടുന്നതായിരിക്കും. സോ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുമായിട്ടൊരു ഫാമിലിയാണ് ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നത്. ലൈഫ് ലോങ് നിങ്ങളെ എപ്പോഴും കൂടെ വേണം, കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം, ഒരു കമ്മ്യൂണിക്കേഷനെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം എന്ന് ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഫുള്ളായിട്ടൊരു സെപ്പറേഷനോ ബ്ലോക്ക് ചെയ്ത അവസ്ഥയൊന്നും ഈ പേഴ്സണൊട്ടും താങ്ങാൻ പറ്റുന്നില്ല എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ദ ടവർ കാർഡ് കിട്ടിയിട്ടുണ്ട്, കിങ് ഓഫ് പെൻറ്റിക്കിൾ, ദ മൂൺ കാർഡ്, അതേപോലെ തന്നെ 10 ഓഫ് വാൻസ്, ക്വീൻ ഓഫ് സോഡ്സ്, 8 ഓഫ് സോഡ്സ്, ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട്, 8 ഓഫ് പെൻറ്റിക്കിൾ. പിന്നെ കിട്ടിയിട്ടുള്ളത് 2 ഓഫ് പെൻറ്റിക്കിൾ ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഫസ്റ്റ് പൈലായിട്ട് നല്ലൊരു സിമിലാരിറ്റി ഈ ഒരു സെക്കൻഡ് പൈലിലും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരു തേർഡ് പാർട്ടി ഒരു ഫെമിനൈൻ എനർജിയാണ്. അതായത് മേ ബി ആൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, ആളുടെ വൈഫ് അല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റർ അല്ലെങ്കിൽ അമ്മ, ഓക്കെ മദർ ഫിഗർ ഒക്കെ തന്നെ നമ്മൾക്ക് ഇവിടെ ഒരു തേർഡ് പാർട്ടിയായിട്ട് കാണാൻ സാധിക്കുന്നു. സോ ഇവിടെ ഒരു ഫെമിനൈൻ എനർജി, ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റും ആൾക്ക് ഇവിടെ ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു ഇന്നത്തെ റീഡിങ്ങിൽ ഫസ്റ്റ് പൈലിൽ നമ്മൾക്ക് 10 ഓഫ് കപ്സ് ആയിരുന്നു ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങളുടെ വ്യക്തി കുറച്ചും കൂടി ക്യാഷിനും കൂടി പ്രയോറിറ്റി കൊടുക്കുന്നൊരു പേഴ്സണാണ്. ഫസ്റ്റ് പൈലിൽ കുറേയും കൂടി ഒരു സ്നേഹവും കാര്യങ്ങളും, ഇവിടെ സ്നേഹമില്ല എന്നല്ല, എന്നാലും ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റി വിത്ത് നിങ്ങളും വേണം എന്നൊരാഗ്രഹമാണ് ഇവിടെ. ഓക്കെ, ക്യാഷാണ് ഫസ്റ്റ് പ്രയോറിറ്റി, അതിനുശേഷം നിങ്ങളുമായി തന്നെ ഒരു ഫ്യൂച്ചർ ആണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ക്യാഷ് ഇല്ലാതെ ഈ ഒരു പേഴ്സൺ ഒരു കാര്യങ്ങളും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ക്യാഷ് എത്ര ഉണ്ടാക്കിയാലും ആൾക്ക് വീണ്ടും വീണ്ടും വേണം എന്നൊരാഗ്രഹവും ഇപ്പോൾ
ഒരു ജോലി റിസൈൻ ചെയ്തിട്ട് കുറച്ചും കൂടി ബെറ്ററായിട്ട് അടുത്തൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ നോക്കുന്നൊരു സിറ്റുവേഷനും സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നൊരവസ്ഥയും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൺ കറൻ്റ്ലി പകൽ സമയം എല്ലാം ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ രാത്രി സമയമാകുമ്പോൾ നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള സമയത്തെ പറ്റിയിട്ടും ഈ പേഴ്സണെ എത്രത്തോളം നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഓർക്കുന്നതായിട്ടും, നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സണെ ചീറ്റ് ചെയ്തിട്ടില്ല എന്നൊരു തോന്നലും, വീണ്ടും കാണണമെന്നൊരാഗ്രഹവും, വീണ്ടും സംസാരിക്കണമെന്നൊരാഗ്രഹവും, എന്തുകൊണ്ടോ ചെറിയൊരു സെപ്പറേഷനും കാര്യങ്ങളും നോ കോണ്ടാക്റ്റൊക്കെ ചിലരുടെ കേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് മാറിക്കിട്ടണമെന്നൊരാഗ്രഹവും ഇവിടെ കാണാൻ പറ്റുന്നു. പ്രത്യേകിച്ചും ഫുൾ മൂൺ ഡേ ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു സമയമാണ്, നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും, ടെലിപ്പതി വർക്കാകും. സോ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് നിങ്ങൾക്ക് പലപ്പോഴും സംശയമുണ്ട്, എന്താണ് ശരിക്കും ഇവിടെ നടക്കുന്നത്, ഈ വ്യക്തിക്ക് ശരിക്കും ഇഷ്ടമില്ലേ, അതേപോലെ തന്നെ ഈ പേഴ്സൺ ചീറ്റ് ചെയ്യുകയായിരുന്നു, എനിക്ക് മാത്രമേ ഉള്ള വിഷമം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നു. പക്ഷേ അങ്ങനെയല്ല എന്നതാണ് ഓരോ കാർഡ്സിലും ക്ലിയറായിട്ട് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളില്ലാതെ ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ചിന്തിക്കാത്ത ദിവസങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഇങ്ങനൊരു സെപ്പറേഷനും ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നതിൻ്റെ മെയിൻ റീസൺ നിങ്ങളുടെ പേഴ്സണെ വേറൊരു ലേഡി ഫിഗർ, ഫെമിനൈൻ എനർജി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വേറൊരാളുടെ എനർജിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് 10 ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട്. എക്സ്ട്രീം ലെവലിൽ ആൾക്ക് വേറൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും നാളും ഭയങ്കരമായിട്ട് ജോബിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു പേഴ്സൺ, സിൻസിയറായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും എക്സ്ട്രീം ലെവലിൽ ഒരു ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫുള്ളായിട്ട് സ്റ്റക്കായി നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. ഓക്കെ, സോ ഇതൊന്നും നിങ്ങളടുത്ത് പറയാനും സാധിക്കുന്നില്ല എന്നതാണ് ആളുടെ ഏറ്റവും വലിയൊരു വിഷമം, അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കാം. ചിലരുടെ കാര്യത്തിൽ ഡിവോഴ്സൊക്കെ ബേസ് ചെയ്തിട്ടും മേ ബി നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ളൊരു കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരു ഡിവോഴ്സിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ തുടങ്ങണം എന്നൊരു ആഗ്രഹം ഇവിടെ ചിലരുടെ കേസിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു കോടതി ബേസ് ചെയ്തിട്ട് കേസ് കാര്യങ്ങളും അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് ചിലരുടെ കേസിലുണ്ട് കേട്ടോ. സോ അത് ഉടനെ തന്നെ മാറി കിട്ടട്ടെ. കുറച്ച് സമയം എടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് അതെന്താണോ ആ ഒരു കേസ് അതിനൊരു മാറ്റം വരും, ജസ്റ്റിസ് കിട്ടും. ഓക്കെ, സോ ഈ ഒരു പേഴ്സൺ അടുത്ത സമയത്തായിട്ട് ട്രാവൽ ചെയ്യുന്നതായിട്ടും വേറൊരു സ്ഥലത്ത് ജോലി വാങ്ങിക്കുന്നതായിട്ടും അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ കുറച്ചും കൂടി ബെറ്റർ ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ നിങ്ങളെയാണ് അവിടെ ഈ പേഴ്സൺ മിസ് ചെയ്യുന്നത്. ഈ പേഴ്സൺ ബാക്കി എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് വീണു പോയാലും ആൾക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം വീണ്ടും നേടിയെടുക്കാൻ സാധിക്കും. ക്യാഷിൽ എവിടെയെങ്കിലും ഒരു നഷ്ടം വന്നാലോ ജോലി നഷ്ടപ്പെട്ടാലോ ഇന്നല്ലെങ്കിൽ നാളെ അടുത്തൊരു ജോലി ഇതിലും ബെറ്ററായിട്ട് കിട്ടുമെന്ന് ആൾക്കറിയാം. പക്ഷെ നിങ്ങൾ എന്ന് പറയുന്നൊരു വ്യക്തി അത് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും പഴയ ആ ഒരു ബോണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഴയതുപോലെ മിണ്ടുമോ എന്നുള്ളൊരു സംശയവും കാര്യങ്ങളും ഇപ്പോൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ആൾക്കറിയാൻ പറ്റുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഒരു അഡിക്ഷൻ പോലെ തന്നെ നിൽക്കുന്നുണ്ട്. ആളിപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ആ പേഴ്സൺ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് മറന്നു. അങ്ങനെ ഒന്നുമല്ല, നിങ്ങളെ പറ്റിയിട്ട് ഡെയിലി ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഈ വ്യക്തിക്ക് വരാൻ പറ്റും. ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ തന്നെ ഈ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 21 ഡേയ്സ് കണ്ടിന്യൂസ് ഒന്ന് മാനിഫെസ്റ്റ് ചെയ്താൽ തന്നെ ഒരുപാട് മാറ്റം ഈ പേഴ്സണ് വരും. ഓക്കെ, ഫുൾ മൂൺ ഡേയിൽ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കൂ. ഒരു കോൾ, മെസ്സേജ്, അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ, കുറച്ചെങ്കിലും ഒക്കെ ഒരു ചേഞ്ച്, ഒരു ടെലിപ്പതി വർക്കാവുന്ന ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ, നേരത്തെ മാനിഫെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്ക് നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതേപോലെ ബോട്ടം ഓഫ് ദി ഡെക്ക് നമ്മൾക്ക് 10 ഓഫ് പെൻറ്റിക്കിളാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെയും നിങ്ങളുമായിട്ടൊരു ഫാമിലിയാണ് ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നത്. ബേബീസൊക്കെ ആയി ക്യാഷ് വേ സ്റ്റെബിലിറ്റിയോടുകൂടി തന്നെ ഒരു ഫാമിലിയാണ് ആൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ട്രാവൽ ചെയ്യണം, ഭയങ്കര ഒരു ഹാപ്പി ഫാമിലി, ലൈഫ് ലോങ് നിലനിൽക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും പറഞ്ഞു തീർത്ത് മുന്നോട്ടേക്ക് പോകണം. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് പോലും പേടിക്കുന്നു, ഭയക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താകും എന്നറിയാൻ പറ്റുന്നില്ല. രാത്രി സമയം ഭയങ്കരമായിട്ട് നിങ്ങളെ പറ്റിയിട്ട് ഓർക്കുന്നു, ചിന്തിക്കുന്നു, ഫോട്ടോസ് എടുത്ത് നോക്കുന്നു, നിങ്ങൾ എവിടെയായിരിക്കും, എന്ത് ചെയ്യായിരിക്കും എന്നൊക്കെ അറിയാൻ ഭയങ്കര ആകാംക്ഷയുള്ളതായിട്ടും ടെലിപ്പതി വർക്കാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ,
സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. റേക്കി ഹീലിംഗ് സ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസും സെൻഡ് ചെയ്ത് തരാം. സോ ടേക്ക് കെയർ, ബൈ.